റെഗുലേറ്റർ തകരാറായതിനെ തുടർന്ന് പ്രതിസന്ധിയിലായത് കോൾ കർഷകരാണ്. എത്രയും പെട്ടെന്ന് റെഗുലേറ്ററിന്റെ അറ്റകുറ്റപ്പണി നിർത്തിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്ന് വിവിധ സംഘടനകളും നാട്ടുകാരും പറയുന്നു. ഇപ്പോൾ ജാംബവാന്റെ കാലത്തെ ടെക്നോളജിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ കൈകൊണ്ട് തിരിച്ചതിന് ശേഷമാണ് ഈ മഴക്കാലം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടി ഈ ഷട്ടറുകൾ പൊക്കുന്നത്. ഇത്തവണ 2 പ്രാവശ്യം വളയം ബണ്ട് കെട്ടേണ്ട ഒരു അവസ്ഥയിൽ വരുന്നത്. സർക്കാർ ഇതിൽ കക്ഷി ചേർന്ന് എത്രയും പെട്ടെന്ന് ഈ അനാവശ്യമായ കേസ് ഒഴിവാക്കി വർഷം തോറുമുള്ള ഈ പകൽ കൊള്ള നടത്തുന്നതിനെതിരെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. കൊല്ലം 40 ലക്ഷം കെട്ടുക, ഉണ്ടാക്കുക, അവരെ കീശ കുറിപ്പിക്കുക, അത് തന്നെ വന്നു പോകും നോക്കുക. അതുപോലെ 2-3 കൊല്ലം വിട്ട് ഒരു സാറ് വന്നിട്ട് ഇത് അവിടെ പൊളിച്ചിട്ട് ആ റോഡ് കംപ്ലീറ്റ് തള്ളിപ്പോയി. ലക്ഷങ്ങൾ ഒരു രൂപയുടെ ഇല്ല, അതുകൊണ്ട് കാരൻ്റെ ഇല്ല. അതന്നെ സംഭവം. കൊല്ലം പാസ്സാക്കി കൊടുക്കണതാണ്. കോൺക്രീറ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രിമാർ വന്ന് ചെയ്തിട്ട് പോവും. ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. കരാറെടുത്തൊരു ദിവസം പോലെ വന്ന് നോക്കി പോകുന്നുണ്ട്. ഇതുവരെ ഒന്നും ചെയ്യുന്നത് കാണാനില്ല. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ഹരീഷ് കൂടി ചേരുന്നുണ്ട്. ഹരീഷ്, കർഷകരാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായത്. താൽക്കാലിക ബണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണ്? ഇവരുടെ ആശങ്ക പരിഹരിക്കപ്പെടുമോ ഹരീഷ്? ഈ തൃശ്ശൂർ ഏനമാവ് റെഗുലേറ്ററാണ് വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്ന് നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്. നിരവധി കോൾപ്പാടങ്ങളുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളം ഈ കോൾ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതി ഇവിടെ സ്ഥിരമായി നടക്കുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഈ റെഗുലേറ്റർ തകരാറിലായതിനെ തുടർന്ന് താൽക്കാലിക ബണ്ട്, വളയം ബണ്ടുകൾ നിർമ്മിച്ചാണ് ഇപ്പോൾ ഈ ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് എത്തുന്നത്, ഈ പ്രദേശത്ത് തടയുന്നത്. ഈ വളയം ബണ്ടുകൾ വർഷം തോറും നിർമ്മിക്കാൻ ലക്ഷങ്ങളോളം രൂപയാണ് ചിലവ്. ഏകദേശം 37 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ വർഷവും വളയം ബണ്ട് നിർമ്മിച്ചത്. ഇത് താൽക്കാലിക ബണ്ട് മാത്രമാണ്. മഴ കനത്താൽ ബണ്ടടക്കം ഒഴുകിപ്പോകുന്ന സാഹചര്യം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചിലവാണ് ഈ ഒരു പ്രദേശത്ത് ഈ വളയം ബണ്ട് നിർമ്മിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ സംഘടനകൾ അടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇവർ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ റെഗുലേറ്റർ ഇത്രയും നല്ല ഒരു റെഗുലേറ്റർ ഉണ്ട്, അതിൻ്റെ കൃത്യമായ മെയിൻ്റനൻസ് നടന്നാൽ മാത്രം മതി. അത് കൃത്യമായി ഉപ്പുവെള്ളം തടയാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി നടക്കാൻ സാധിക്കാത്തത്? അതിന് പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നു. ഈ വളയം ബണ്ടിനായി ഉപയോഗിക്കുന്ന പണം അത് തട്ടിയെടുക്കാൻ ഈ ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള ആരോപണമാണ് ഈ ഒരു പ്രദേശത്തെ ആളുകൾ ഉന്നയിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ നിരവധി സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടും ഇതിനുള്ളൊരു തീരുമാനമായില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്താനുള്ളൊരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു റെഗുലേറ്റർ അതിൻ്റെ നവീകരണം അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണി തീർത്ത് അത് കൃത്യമായി ഉപയോഗിക്കാനുള്ള രീതിയിലാക്കിയില്ലെങ്കിൽ കൂടുതൽ സമരത്തിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യമാണ് പ്രദേശവാസികളും അല്ലെങ്കിൽ മറ്റ് സംഘടനകളടക്കം പറയുന്നത് എന്നുള്ളതാണ്.